മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശ സർക്യൂട്ടിന്റെ വിശദാംശങ്ങൾ 2016 മുതൽ 25 വരെ മുഖ്യമന്ത്രി നടത്തിയ വിദേശയാത്രകൾ നോക്കിയാൽ അതിൽ UAE ഉണ്ട്, അമേരിക്ക ഉണ്ട്, ഇംഗ്ലണ്ട് ഉണ്ട്, ജപ്പാൻ ഉണ്ട്, ദക്ഷിണ കൊറിയ ഉണ്ട്, ഫിൻലാൻഡ് ഉണ്ട്, നോർവേ ഉണ്ട്, സ്വിറ്റ്സർലാൻഡ് ഉണ്ട്, ഫ്രാൻസ്, ബഹ്റിൻ, നെതർലാൻഡ്സ്, അങ്ങനെ രാജ്യങ്ങൾ നീളുന്നു. അങ്ങനെ 9.5 വർഷത്തിൽ മുഖ്യമന്ത്രി സന്ദർശിച്ച പട്ടികയാണിത്. പല രാജ്യങ്ങളിലും കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് യാത്ര നടത്തിയത്. അമേരിക്ക ഒഴികെ മറ്റുള്ള രാജ്യങ്ങളിലെ യാത്രയ്ക്ക് ചെലവിട്ടത് കോടിക്കണക്കിന് രൂപയാണ്. അമേരിക്കയിൽ പല ഘട്ടത്തിൽ മുഖ്യമന്ത്രി പോയത് സ്വകാര്യമായ ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾക്കായിരുന്നു. എന്നാൽ ഒരിക്കൽ മുഖ്യമന്ത്രി ന്യൂയോർക്കിൽ പോയി കസേരയിട്ടിരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നിട്ടും ഇന്ത്യയിലേക്ക് എന്ത് വന്നു, കേരളത്തിലേക്ക് എന്ത് വന്നു എന്നത് ചോദ്യമായി നിൽക്കുന്നു. യൂറോപ്യൻ യാത്രയിൽ നോർവേയിൽ ഒരു കമ്പനി 180 കോടി നിക്ഷേപിക്കും എന്ന പ്രചാരണമൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ്. എന്നാൽ 50 പൈസ പോലും കേരളത്തിൽ എത്തിയിട്ടില്ല. അത് വാഗ്ദാനം മാത്രമാണ് ഇതുവരെ KSIDC നൽകിയ വിവരങ്ങൾ പ്രകാരം. 2022 ഇംഗ്ലണ്ട് സന്ദർശനവും ഏറെ ചർച്ചയായതാണ്. എന്നാൽ ഇംഗ്ലണ്ട് സന്ദർശന ശേഷം പറഞ്ഞത് ഹിന്ദുജ ഗ്രൂപ്പ് വലിയ നിക്ഷേപം നടത്തുമെന്നാണ്. അതും വാഗ്ദാനം മാത്രം, ഓൺലി പ്രോമിസ്. ജപ്പാൻ യാത്രയും വലിയ ചർച്ചയായിരുന്നു. ജപ്പാൻ കൊറിയ സന്ദർശന ശേഷം 300 കോടി രൂപയുടെ നിക്ഷേപമാണ് പ്രഖ്യാപിച്ചത്. എന്നാൽ വിവരാവകാശ പ്രകാരം കിട്ടിയ മറുപടിയിലും അതും വാഗ്ദാനം മാത്രം. ജപ്പാനിലേക്ക് ഇനി സർക്കാർ ചെലവിൽ കൊണ്ടുപോയത് വൻ സംഘത്തെ കൂടെയായിരുന്നു. അപ്പോൾ ഇത്ര വലിയ സംഘത്തെ കൊണ്ടുപോകുന്നതിൽ പ്രഗത്ഭരുണ്ട്, ഈ നെഗോസിയേഷൻസിലൊക്കെ മിടുക്കരായ ഉദ്യോഗസ്ഥരുണ്ട്. എന്നിട്ടും ഒന്നും വന്നില്ല, ഒന്നും കിട്ടിയില്ല. പല വിദേശ യാത്രകളിലും നമ്മൾ കണക്കെടുത്തു കഴിഞ്ഞാൽ ഈ യാത്രാ ചെലവും താമസ ചെലവും ഭക്ഷണ ചെലവും ഒക്കെ നമ്മുടെ തന്നെ നികുതി പണം ഉപയോഗിച്ചിട്ടാണ്. ഇത് മാത്രമല്ല, അവർക്ക് പോക്കറ്റ് മണിയായ ഒരു ദിവസം ഒരു $100 കൂടി നൽകാറുണ്ട്. അതായത് ഇന്നത്തെ വിനിമയ നിരക്ക് പ്രകാരം 8500 രൂപയോളം വരും ഈ തുക. അപ്പൊ ഈ പൈസയ്ക്ക് നമ്മുടെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ചായ കുടിച്ചതും ഐസ്ക്രീം കഴിച്ചതും നാട് ചുറ്റി കണ്ടതും മാത്രമാണ് മിച്ചം ഇതുവരെ കിട്ടിയ വിവരങ്ങൾ പ്രകാരം. അപ്പോൾ UAE സർക്കാർ $500 മില്യൺ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞതും വലിയ ചർച്ചയായി. അതിലും വലിയ ഡെവലപ്മെന്റ്സും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. മുഖ്യമന്ത്രി നടത്തിയ വിദേശയാത്രകൾ കൊണ്ട് എന്ത് ഗുണമുണ്ടായി എന്ന് ചോദിച്ചുകൊണ്ടുള്ളൊരു വിവരാവകാശ അപേക്ഷ വ്യവസായ വകുപ്പിന് മുന്നിലെത്തുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 2016 മുതൽ 2023 വരെ 25 രാജ്യങ്ങളിലാണ് മുഖ്യമന്ത്രി സന്ദർശനം നടത്തിയത്. പല യാത്രകളിലും മുഖ്യമന്ത്രി കൂടാതെ ഭാര്യ, മകൾ, കൊച്ചുമകൻ എന്നിവരെല്ലാം ഉണ്ടായിരുന്നു. പിന്നീട് തിരിച്ചെത്തിയ ശേഷം നിയമസഭയിലും അല്ലാതെ പുറത്തുമായി വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. യഥാർത്ഥത്തിൽ ഇതിനുശേഷം പിന്നീട് എന്ത് സംഭവിച്ചു, പിന്നീട് ₹1 വിദേശ നിക്ഷേപം വന്നിട്ടുണ്ടോ എന്നായിരുന്നു ഈ RTA പ്രകാരം ചോദിച്ചത്. ഇതിനുശേഷം ഈ അപേക്ഷ വ്യവസായ വകുപ്പ് കൈമാറുന്നത് KSIDCക്കാണ്, അതായത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് കൈമാറുന്നത്. ഇതിന് കാരണം കേരളത്തിൽ വിദേശ നിക്ഷേപം സംബന്ധിച്ചുള്ള പദ്ധതികൾ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന നോഡൽ ഏജൻസി KSIDC ആണ്. ഇപ്പോൾ KSIDC നൽകിയ ഈ മറുപടിയാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത്. ഈ മറുപടിയിൽ KSIDC പറയുന്നത് മുഖ്യമന്ത്രി നടത്തിയ വിദേശ രാജ്യങ്ങളുടെ സന്ദർശനത്തിനിടയിൽ ഏതെങ്കിലും ഒരു ധാരണാപത്രം ഒപ്പുവെച്ച് തങ്ങൾക്ക് വിവരം ഇല്ല എന്നാണ് KSIDC മറുപടിയിൽ പറയുന്നത്. KSIDC നേരിട്ട് ഇടപെട്ട് ഒരു താല്പര്യപത്രത്തിലും ഒപ്പിട്ടിട്ടില്ല. ഒരു താല്പര്യപത്രവും KSIDC വകയായിട്ട് ഉണ്ടായിട്ടില്ല